എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും കോൺഗ്രസിന് ഇരട്ടത്താപ്പ് നിലപാടെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം അകമ്പാടത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗും BJPയും അവരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സർക്കാർ മുനമ്പൻ ജനതയ്ക്കൊപ്പമാണ്. വഖഫ് ഭേദഗതി ബില്ലിൽ നിന്നും പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നതും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും കോൺഗ്രസിന്റെ ഹിന്ദു അജണ്ടയെയാണ് തുറന്നുകാട്ടുന്നത് എന്നും എളമരം കരീം പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് ആണല്ലോ UDFന് വേണ്ടി മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർ മറുപടി പറയേണ്ട പ്രശ്നം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പേരിൽ ED കേസെടുത്ത അഴിമതി പ്രശ്നം. 2000 കോടി രൂപയുടെ സമ്പത്തുള്ള നാഷണൽ ഹെറാൾഡ് അമ്മയും മോനും കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്വന്തമാക്കി. UPA ഭരണകാലത്താണ് ഇതൊക്കെ ചെയ്തത്. അന്നേ സുബ്രഹ്മണ്യം സ്വാമി കേസ് കൊടുത്തു. ആ കേസൊക്കെ അന്ന് ഒതുക്കി. 2014 ശേഷം BJP വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കി ഇപ്പോൾ അവരെ പ്രതിയാക്കി കോടതി കൊടുത്തിരിക്കുക. അത് വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി വിശദീകരിക്കേണ്ടതുള്ളൂ. കോൺഗ്രസ് അതൊന്ന് വിശദീകരിക്കട്ടെ. രാഷ്ട്രീയമായ ഒരു മറുപടി പറയേണ്ട പ്രശ്നമാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും സംസാരിച്ചില്ല? അവരുടെ കോൺഗ്രസിൻ്റെ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് എപ്പോഴും ഉണ്ട്. സോണിയാഗാന്ധി പാർലമെൻറ്റിൽ വന്നതേയില്ല. സോണിയാഗാന്ധിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട അസംബ്ലി മണ്ഡലമാണ് നിലമ്പൂർ. പ്രിയങ്ക ഗാന്ധി അവർ മറുപടി പറയണം ജനങ്ങളോട്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചോദിക്കരുത്. സോണിയാഗാന്ധി പിന്നെ പോട്ടെ, അവരുടെ അസുഖം കൊണ്ടോ മറ്റോ പ്രസംഗിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാം. രാഹുൽ അങ്ങനെയല്ലല്ലോ, അയാൾ പ്രതിപക്ഷ നേതാവല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന ഏകോപന സമിതിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അപ്പോൾ അതെല്ലാം അവരുടെ രാഷ്ട്രീയ നിലപാടിൽ, അവസരവാദ നിലപാടിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. UDFും മുസ്ലിം ലീഗും മുനമ്പം വിഷയത്തിലെടുത്ത് നടത്തിയ കള്ളക്കളി എന്താ? മുനമ്പത്ത് കൈവശ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ കയ്യേറ്റക്കാരെന്നാണ് അസംബ്ലിയിൽ ലീഗിൻ്റെ MLA അവിടെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ ലീഗിന് മുനമ്പം വിഷയം പരിഹരിക്കാൻ പള്ളി വികാരികളെയും ബിഷപ്പുമാരെയൊക്കെ ലീഗ് നേതൃത്വം കാണാൻ പോയത് വഞ്ചനയാണ്. അവർക്ക് അക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാടില്ല. വഖഫ് നിയമ ഭേദഗതി പാസ്സായാൽ ഉടനെ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് BJP പ്രചാരവേല നടത്തി. അത് കേന്ദ്രമന്ത്രി റിജിജു വന്നപ്പോൾ അത് പൊളിഞ്ഞു. നിങ്ങൾ സുപ്രീം കോടതി വരെ കേസ് നടത്തേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതോടുകൂടി അവർ നിരാശരായി. അവർ കേന്ദ്ര സർക്കാരിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പറഞ്ഞു. അപ്പോഴും LDF സർക്കാർ അവരെ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം നൽകാനുള്ള നടപടിയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജുഡീഷ്യൽ. നിലമ്പൂരിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. LDFന് അനുകൂല സാഹചര്യമാണ് ഉള്ളത്. LDFന് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തും. LDF നിലപാടുകളോട് സഹകരിക്കുന്നവരെ എന്നും ഒപ്പം നിർത്തുമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കുമെന്നും വിജയം ഉറപ്പാണെന്നും എളമരം കരീം പറഞ്ഞു. PV അൻവറിനെ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.